ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുവർണ ചതുഷ്കോണം പദ്ധതി. അതായത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത പദ്ധതി. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. എന്നാ ഫ്രഞ്ച് വിപ്ലവം 1789 അല്ലേ? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. റാങ്ക് മേക്കിംഗ് സീരീസ് കുറേ ആയി നമ്മളല്ലേ, കുറേ ആയി. എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്ക് വരാറുണ്ട്, റിവിഷനായിട്ടും വരുന്നുണ്ട്. ഇന്നും കുറേ റാങ്ക് മേക്കിംഗ് സീരീസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പരീക്ഷകളിങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. പരീക്ഷകളിങ്ങ് എത്തി. പോലീസ് പരീക്ഷയായി, LD, LGS, ഡിഗ്രി ലെവൽ പരീക്ഷകൾ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ശ്രദ്ധിച്ച് പഠിക്കണേ. ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന വാശിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം മങ്ങരുത്. കാരണം മങ്ങിപ്പോയി കഴിഞ്ഞോ എന്നെക്കൊണ്ട് നടക്കുന്നില്ല, ഇത് ഒത്തിരിയായി, ഇനി എന്ന് റിസൾട്ട് എപ്പം വരും, ഇനി എപ്പോഴാണ് ഇത്, അല്ല. അതിനു മുമ്പ് നിങ്ങളുടെ പരീക്ഷയല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷയുടെ തലേ ദിവസം വരെയും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ആത്മാർത്ഥമായിട്ട്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ജോലി കയറിയത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ അനിയന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാർ, ഇവരൊക്കെ ജോലി കയറിയത് നിങ്ങൾ കാണുന്നതല്ലേ? അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷകളൊക്കെ അല്ലേ ഇപ്പം സാധിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സ്വപ്നങ്ങളല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ഇല്ലേ? നിങ്ങളുടെ അച്ഛനമ്മമാർ പറയല്ലേ, അവൻ ജോലി കയറിയില്ലേ, അവൾ ജോലി കയറിയില്ലേ, ഇന്നയാൾ അവൻ നല്ലൊരു ബന്ധം കിട്ടിയില്ലേ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടില്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം നിങ്ങൾക്കും ഒരാഗ്രഹിച്ച് നിങ്ങൾ കുറേ ആളുകൊണ്ട് പഠിക്കുകയല്ലേ, ഈ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ആ ഒരു നേടണമെന്ന വാശിയോടുകൂടി മുന്നോട്ട് പോകുക. ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പലർക്കും ഇംഗ്ലീഷിലും കണക്കിലും ഒക്കെ ഇച്ചിരി പാട് വരാം. സാറേ, എനിക്ക് എത്രയും കണക്ക് പഠിച്ചാലും ഒന്നും തലയിൽ നിൽക്കുന്നില്ല സാറേ, കണക്ക് അന്നേരം ചെയ്താൽ കിട്ടുന്നുണ്ട്, പക്ഷേ പരീക്ഷയ്ക്ക് വേറൊരു തരം ചോദിക്കും. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ട് പോകുന്ന കണക്കല്ല സാറേ, അവിടെ ചെല്ലുമ്പോൾ വേറൊരു രീതി ചോദിക്കും, അപ്പോഴത്തേക്ക് അതങ്ങ് പോകും സാറേ. സത്യം നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഏകദേശം ഒരുവിധം 50% ഒരു 60% പേരും ഈ ഒരു ചിന്താഗതിയിൽ തന്നെ. ഒരു വ്യത്യസ്ത കണക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നേരിട്ട് ചോദിക്കുന്ന എല്ലാ കണക്കുകളും ചെയ്യാൻ പറ്റും. അത് അത്രമാത്രം പെർഫെക്റ്റ് ആയ കുറേ പേരാണ് കണക്കിനോട് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പിക്കിൽ മാത്രം ഒതുങ്ങരുത്. കണക്കെന്ന് പറയുന്നത് ശരാശരി എടുത്താൽ ശരാശരിയിലെ മോഡലുകൾ മാത്രം പഠിച്ചാൽ പോരാ. എന്തൊക്കെ വ്യത്യസ്ത മോഡലുകളുണ്ട്, എന്തൊക്കെ വെറൈറ്റികൾ പഴയ ചോദ്യപേപ്പറിൽ ചോദിച്ചു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ അറിയണം. ഇതുവരെ നടന്ന ശരാശരിയുടെ ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ ഇതുവരെ നടന്ന മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ നടന്ന ട്രെയിനിന്റെ കണക്ക്, പലിശയുടെ കണക്ക്, ഇതൊക്കെ തനിയെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് അതങ്ങ് സെറ്റ് ആവുമെന്നേ. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾ മനസ്സിൽ എനിക്ക് നടക്കില്ല നടന്ന് ചിലപ്പോൾ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾ ശ്രമിക്കുക, ഓരോ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുക. അപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ആവുമെന്നേ. പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? അപ്പം നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ജോലി നേടാൻ വേണ്ടിയല്ലേ? അപ്പോൾ ഈ സമയങ്ങളിലല്ലേ പഠിക്കേണ്ടത്. എല്ലാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ മാക്സിമം കുറയ്ക്കണേ. ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങ് പൊയ്ക്കോട്ടേയിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാക്സിമം കുറച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിക്കാൻ നോക്കുക കേട്ടോ. പഠിച്ചാൽ വരുമെന്നേ. പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചിന്താഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടണമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പം വരുന്ന പരീക്ഷകൾ ഇഷ്ടം പോലെ ആണെന്നും നിങ്ങൾക്കറിയാം. കാരണം കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റും അതിൻ്റെ മാസവും വരെ കറക്റ്റായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഓരോരുത്തരോടും പറയാം, മുന്നോട്ട് പോവുക. കൂട്ടിന് ഞങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു 25 ചോദ്യങ്ങളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് നോക്കാം. സെപ്റ്റംബർ കൂട്ടക്കൊല ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാ. സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. എന്നാ ഫ്രഞ്ച് വിപ്ലവം 1789 അല്ലേ? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കുന്നത് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത് റൂസോ അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാര്? റൂസോയുടെ ആത്മകഥയുടെ പേരെന്താ? കൺഫെഷൻസ്. റൂസോയുടെ ആത്മകഥയുടെ പേരെന്താണ്? കൺഫെഷൻസ് ആണ് റൂസോയുടെ ആത്മകഥയുടെ പേര്. റൂസോയുടെ പ്രധാന കൃതി ദ സോഷ്യൽ കോൺട്രാക്ട് ആണ്. റൂസോയുടെ പ്രധാന കൃതി ഏതാ? ദ സോഷ്യൽ കോൺട്രാക്ട്. പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയായി എമിലി. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാണ്? എമിലിയാണ്. അപ്പൊ റൂസോയുടെ പ്രധാന കൃതി ഏതെന്ന് ചോദിച്ചാൽ സോഷ്യൽ കോൺട്രാക്ട്. മനുഷ്യൻ എവിടെയും ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, പക്ഷേ എല്ലായിടവും അവൻ ചങ്ങലകളാലാണ് എന്ന് പറയുന്നത് റൂസോയുടെ പ്രധാന വാചകമല്ലേ? ആണ്. അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാണ്? റൂസോ എഴുതിയ കൃതി എമിലിയാണ് അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശിശു എന്ന് വിളിക്കുന്നത് നെപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കുന്നത് അല്ലേ? നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഏതായിരുന്നു? നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെന്റ് ഹെലേന ദ്വീപ് അല്ലേ? അദ്ദേഹം പരാജയപ്പെട്ട യുദ്ധം പറയാമോ? നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം 1815 വാട്ടർലൂ യുദ്ധം അല്ലേ? വാട്ടർലൂ
യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെടുന്നത്. 1815 ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടണും നെപ്പോളിയൻ തമ്മിൽ നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം എന്ന് പറയുന്നത് അല്ലെ. അസാധ്യം എന്നത് എന്റെ നിഘണ്ടുവിൽ പറഞ്ഞിട്ടില്ല, 100 ബയണറ്റുകളേക്കാൾ ശക്തിയേറിയതാണ് 4 പത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞതാരാടെ? നെപ്പോളിയനാണ് അല്ലെ, നെപ്പോളിയനാണ്. ഓക്കെ. അതുപോലെ വന്നു കണ്ടു കീഴടക്കി ആരുടെ വാചകം? വന്നു കണ്ടു കീഴടക്കി, അത് ജൂലിയസ് സീസറുടെ വാചകം. എന്നായിരുന്നടെ ഫ്രഞ്ച് വിപ്ലവം? 1789. ഫ്രഞ്ച് വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താ? ബാസ്റ്റൈൽ ജയിലിന്റെ പതനം അല്ലെ. ബാസ്റ്റൈൽ ജയിലിന്റെ പതനമല്ലേ ഫ്രഞ്ച് വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നല്ലേ? ആണ് അല്ലെ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 അല്ലെ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസിലെ രാജാവ് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. പിന്നെ ലൂയി 16 പറഞ്ഞതാണ്, 16 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരായിരുന്നത്? ലൂയി 16 അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയൊക്കെ ഓർത്ത് വെച്ചിരിക്കണേ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 സെപ്റ്റംബർ കൂട്ടക്കൊല. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഈ അടുത്ത കാലത്ത് ചോദിച്ചതാ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്തുമായി ബന്ധപ്പെടുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെ. കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലേ? ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഏതാ? ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏത് വർഷമാണ്? 1776. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? നേതാവായ ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ് അല്ലെ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ അത് നല്ലൊരു ചോദ്യമായിരുന്നു. പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. ജനാധിപത്യത്തിന് നിർവചനം നൽകിയ പ്രസംഗം, അടിമത്തം നിർത്തലാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ്. പ്രശസ്തമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം അല്ലെ, പ്രശസ്തമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടെ എന്ന് ചോദിച്ചിട്ടില്ലേ? അത് എബ്രഹാം ലിങ്കൺറെയാണ്. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയാണ് കേട്ടോ. അമേരിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയാണ് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം. അപ്പൊ ജനാധിപത്യത്തിന് നിർവചനം നൽകിയ ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടെയാണ്? അത് എബ്രഹാം ലിങ്കന്റെ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണ്. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ്. ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താ? ബോസ്റ്റൺ ടീ പാർട്ടി. ഏത് വർഷമാണ്? 73 ബോസ്റ്റൺ ടീ പാർട്ടി. 76 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടിയായിരുന്നു അല്ലെ. കുറെ 83 കാലഘട്ടത്തിലായിരുന്നു അത്. ഓക്കെ, അടുത്തതിലോട്ട് നോക്കാം. അടുത്ത നോക്കെ, തുറന്ന വാതിൽ നയം കേട്ടിട്ടുണ്ടോ? തുറന്ന വാതിൽ നയം, കറുപ്പ് യുദ്ധം, ബോക്സർ കലാപം, ഇതൊക്കെ എവിടെയാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. തുറന്ന വാതിൽ നയം, കറുപ്പ് യുദ്ധം ഒക്കെ എന്തുമായി ബന്ധപ്പെടുന്നത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. 1911 കാലഘട്ടത്തിലായിരുന്നു. 12 സന്യാസൻ, ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് സന്യാസൻ ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. ചൈനീസ് വിപ്ലവം 1911. തുറന്ന വാതിൽ നയം, ബോക്സർ കലാപം, കറുപ്പ് വ്യാപാരം, ഇതൊക്കെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ്. രക്തരൂഷിത ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെടുന്നത്? രക്തരൂഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം. അപ്പൊ രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം. അതുപോലെ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഒക്കെ രക്തരഹിത നമ്മുടെ റഷ്യൻ വിപ്ലവം. അതുപോലെ ഒക്ടോബർ വിപ്ലവം എന്നും ഫെബ്രുവരി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവം അല്ലേ. ഒക്ടോബർ വിപ്ലവം എന്നും ഫെബ്രുവരി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തെ ഓർത്ത് വെച്ചിരിക്കണം. എന്നാണ് റഷ്യൻ വിപ്ലവം? 1917. ആരാ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ്? ലെനിൻ അല്ലെ. ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ്. ആ സമയത്ത് റഷ്യയുടെ രാജാവ് സർ നിക്കോളാസ് സെക്കൻഡ് ആണ്. ആ സമയത്ത് റഷ്യയുടെ രാജാവ് ആരെന്ന് ചോദിച്ചാൽ സർ നിക്കോളാസ് സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, ഇന്ത്യയുടെ 2ാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഭീമാവാരം ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ഇന്ത്യയുടെ 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ 2ാം ബർദോളി അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ 2ാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മളെ പയ്യന്നൂര് അല്ലെ. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബർദോളി എന്നറിയപ്പെടുന്ന 2ാം ബർദോളി പയ്യന്നൂരാണ്. ഇന്ത്യയുടെ 2ാം ബർദോളി എന്നൊരു അപരനാമം ആന്ധ്രാപ്രദേശിലെ ഭീമാവാരത്തിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, വജ്ര ചതുഷ്കോണം പദ്ധതി ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെടുന്നതാ. സുവർണ ചതുഷ്കോണം പദ്ധതി റോഡ് ഗതാഗതം, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുവർണ ചതുഷ്കോണം പദ്ധതി. അതായത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത പദ്ധതി. അപ്പൊ വജ്ര ചതുഷ്കോണം പദ്ധതി ഇന്ത്യൻ റെയിൽവേ ആണ്. സുവർണ ചതുഷ്കോണം ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്തയാണ്. ഓക്കെ. സഹകരണ ബാങ്ക് മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ സൈബർ പാർക്ക് വന്നത് ഊരാളുങ്കലാണ്. ആദ്യ സൈബർ പാർക്ക്. മൗലികാവകാശ പ്രമേയം എഴുതി തയ്യാറാക്കിയത്, പ്രമേയം മൗലികാവകാശ സമയത്ത് INC-യുടെ പ്രസിഡന്റ് 1931 കറാച്ചി സമ്മേളനം സർദാർ പട്ടേൽ, ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അത് INC-യുടെ പ്രസിഡന്റ്. പക്ഷെ മൗലികാവകാശ പ്രമേയം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. മൗലികാവകാശ പ്രമേയം എഴുതിയത് ആരാടെ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ആത്മകഥ എന്ന് തന്നെയാണ്. പിന്നെ ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അതുപോലെ വിശ്വചരിത്ര അവലോകനം. ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കൃതികളാണ്. എവിടെ ജനിച്ചത് ജവഹർലാൽ നെഹ്റു? ഉത്തർപ്രദേശിലെ അലഹബാദിലെ ആനന്ദ ഭവൻ. ഉത്തർപ്രദേശിലെ അലഹബാദിലെ ആനന്ദ ഭവൻ ആരുടെ വീട്ടുപേരാ? ജവഹർലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായിട്ട് 1889 നവംബർ 14 ജനിക്കുന്നത്. മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായിട്ട് 1889 നവംബർ 14. ശിശുദിനം നമ്മൾ പഠിച്ചിട്ടില്ലേ? ആര് ജനിക്കുന്നു? ജവഹർലാൽ നെഹ്റു ജനിക്കുന്നു അല്ലേ? അപ്പൊ നവംബർ 14 ഏത് ദിനമാണ്? ശിശുദിനം മാത്രമല്ലല്ലോ, നമ്മൾ അല്ലാതെ ഒരെണ്ണം പഠിക്കുമല്ലോ. ഏതായിരുന്നു? ശിശുദിനം അല്ലാതെ പ്രമേക ദിനം. പ്രമേക ദിനം ചോദിച്ചാലും നവംബർ 14 നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. PR ശ്രീജേഷിന് ഖേൽരത്ന അവാർഡ് കിട്ടിയത് 2021. 3 മലയാളികൾക്ക് ഇതുവരെയും ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളൂ. 3 മലയാളികൾക്ക്. 1 KM ബീനാമോൾ, 2 അഞ്ജു ബോബി ജോർ, 3 PR ശ്രീജേഷ്. അപ്പം കേരളത്തിൽ നിന്ന് ഖേൽരത്ന പുരസ്കാരം നേടിയ 3 മലയാളികൾ ആരാടൊക്കെ? KM ബീനാമോള്, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്. PR ശ്രീജേഷ് ഹോക്കിയിൽ അല്ലെ, ഹോക്കിയുടെ പ്രകടനത്തിന് സമഗ്ര സംഭാവനയാണ്. കേരളത്തിലേക്ക് ആദ്യമായിട്ട് 2ാമത് ഒളിമ്പിക്സ് മെഡൽ ഹോക്കിയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന വേറൊരാളുണ്ട് അല്ലെ, ഫെഡറിക്സ് എന്ന് പറയുന്ന ആളാണ്. രണ്ടാമതായിട്ട് ഹോക്കിയിൽ മെഡൽ കൊണ്ടുവരുന്ന, ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ കൊണ്ടുവരുന്നത് നമ്മുടെ PR ശ്രീജേഷ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വിനോദ പരിപാടിയുടെ പേരാണ് കിളിക്കൊഞ്ചൽ. ഇത് ഏത് വയസ്സെന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പിന്റെ വിനോദ പരിപാടിയുടെ പേരെന്താണ്? കിളിക്കൊഞ്ചൽ കേട്ടോ. കിളിക്കൊഞ്ചൽ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അടുത്ത കാലത്ത് വന്നില്ലേ? അത് ചിലപ്പോൾ ഡേറ്റോട് കൂടി ചോദിക്കാം. 2020 ഒക്ടോബർ 2 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. എവിടെയാണ് ആസ്ഥാനം? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. ആസ്ഥാനം കൊല്ലം ജില്ല. മുബാറക് പാഷ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആദ്യത്തെ വൈസ് ചാൻസലർ മുബാറക് പാഷയല്ലേ. അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിതി വന്ന വർഷം 2020 ഒക്ടോബർ 2. ഒരു രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം പൊതുകടം വർദ്ധിപ്പിക്കൽ, സാമ്പത്തിക സ്ഥിരതയില്ലായ്മ. പൊതുകടം വർദ്ധിക്കുകയാണെങ്കിൽ, പൊതുകടം വർദ്ധിക്കുമ്പോഴും സാമ്പത്തികമായി സ്ഥിരതയില്ലായ്മയാണ് ഒരു രാജ്യത്ത് എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സംസ്ഥാന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 4 കേട്ടോ. സംസ്ഥാന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 4 നമ്മൾ പറയേണ്ടത്. അത് ഓർത്തു വെച്ചിരിക്കണേ. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശം. PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാ. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിലാണ് കേട്ടോ. മൺട്രോത്തുരുത്തിൽ 2020 സെപ്റ്റംബർ 19 കേട്ടോ. മൺട്രോത്തുരുത്ത് ഏത് കായലിലാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കായലില? അഷ്ടമുടിക്കായലാണ്. മൺട്രോത്തുരുത്ത് ഏത് കായൽ എന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലല്ലേ അഷ്ടമുടിക്കായൽ? ആണ്. കേരളത്തിലെ വലിയ കായൽ വേമ്പനാട്ട് കായലും കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായൽ എന്നൊക്കെ വിളിച്ചാൽ അഷ്ടമുടിക്കായൽ. പനയുടെയും നീരാളിയുടെയും ആകൃതിയിൽ കാണുന്നത് അഷ്ടമുടിക്കായലാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. കണ്ടൽക്കാടുകൾ നിറഞ്ഞത് കായൽ ഏതെന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ
റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഇടം നേടിയത് വേമ്പനാട്ട് കായലും അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടക്കായലും. 2002 ഇവർ മൂന്നുപേരും മാത്രമേ റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളൂ അല്ലെ. അപ്പം അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ചത് മൺട്രോ തുരുത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. കുസാറ്റ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. 1971 കുസാറ്റ് സർവകലാശാല വരുന്നത് കേട്ടോ. അതായത് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് ആസ്ഥാനം എവിടെയാ? കളമശ്ശേരി അല്ലെ. കളമശ്ശേരിയിൽ 1971 ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി ആണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കുസാറ്റ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസവും സഹകരണ മന്ത്രിയും ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ അറിയാമോ നിങ്ങൾക്ക്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ എന്ന് വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ വകുപ്പും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യവും ചേർന്ന് ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം പദ്ധതി. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ വകുപ്പും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യവും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം പദ്ധതി. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം ഏതാണ്? അതൊരു വ്യത്യസ്ത ഉണ്ടായിട്ടാണ് ഞാൻ എഴുതിയിട്ടത്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം ഹൂക്സ് നിയമമാണ് കേട്ടോ. ഹൂക്സ് നിയമം. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം എന്താ? ഫ്ലഷ് ടാങ്ക്, മണ്ണുമാന്തി യന്ത്രം, ഡെന്റിസ്റ്റിന്റെ ചെയർ, എസ്കലേറ്റർ, അതുപോലെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഇതിന്റെയൊക്കെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ് അല്ലേ. ഒരു പാസ്കൽ നിയമം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും കുമിളകൾ ഉയർന്നു വരുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? കുമിളകൾ ഉയർന്നു വരുമ്പോൾ അത് മുകളിലെത്തുമ്പോൾ വലുതായിട്ട് തോന്നുന്നു, വലുതായിട്ട് വരുന്നത് കാരണം ചോദിച്ചിട്ടില്ലേ? അത് നമ്മൾ ചാൾസ് നിയമം, ബോയിൽ നിയമം നമ്മൾ വെയിലത്ത് വെച്ച ഒരു ബോള് പെട്ടെന്ന് പൊട്ടുന്നു അതിന്റെ കാരണമൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതുമൊക്കെ പഠിച്ചു വെക്കണം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം ഹൂക്സ് നിയമമാണ്. റോക്കറ്റിന്റെ പ്രവർത്തന തത്വം എന്താ? റോക്കറ്റിന്റെ പ്രവർത്തന തത്വം മൂന്നാം ചലന നിയമം അല്ലെ. ഒരു കരയിൽ നിൽക്കുന്ന ഒരു വള്ളത്തിലേക്ക് കാല് വെക്കുമ്പോൾ വള്ളം ഒരു കുറച്ച് തെന്നി മാറുന്നു, അതും ഈ മൂന്നാം ചലന നിയമം എന്ന് പറയാറില്ലേ. അതൊക്കെ ഉണ്ട്. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ 3 പേരാണ് കേട്ടോ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കപട സംക്രമണ മൂലകങ്ങൾ ആരൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത 1956 കേരള സാഹിത്യ അക്കാദമി വരുന്നത്. 56 ഇത് ഉദ്ഘാടനം ചെയ്തത് ആര്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ചിത്തിര തിരുനാൾ. 1956 സാഹിത്യ അക്കാദമി വന്നു, 58 സംഗീത അക്കാദമി വന്നു, 62 ലളിതകലാ അക്കാദമി വന്നു അല്ലേ. ഇത് 3 തൃശ്ശൂർ ജില്ലയിലല്ലേ. 56 സാഹിത്യ അക്കാദമി, 58 സംഗീത അക്കാദമി, 62 ലളിതകലാ അക്കാദമി. ഇത് 3 വന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. അപ്പൊ സാഹിത്യ അക്കാദമി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാളാണ്. ചിത്തിര തിരുനാൾ. മന്നം ജയന്തി എന്നാണ്. മന്നം ജയന്തി ജനുവരി 2. മന്നത്ത് പത്മനാഭൻ. ആത്മകഥ അറിയാമോ? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധ പ്രസംഗം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പ്രസിദ്ധ പ്രസംഗം, അതായത് 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാന്ന് ചോദിച്ചിട്ടില്ലേ? 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. ഭാരത കേസരി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന് വിളിച്ചത്. അതുപോലെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. സർദാർ KM പണിക്കരാണ് അങ്ങനെ വിളിച്ചത്. അതായത് മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്ന് വിളിച്ചത് ആരാടെ? സർദാർ KM പണിക്കർ. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം മന്നം ജയന്തി എന്നാണ് ജനുവരി 2. കുഞ്ചൻ ദിനം മെയ് 5. കുഞ്ചൻ ദിനം എന്നു ചോദിച്ചാൽ മെയ് 5 ആണ് പറയേണ്ടത്. തുഞ്ചൻ ദിനം എന്നാണെന്നറിയാമോ? തുഞ്ചൻ ദിനം ഡിസംബർ 31. അപ്പൊ കുഞ്ചൻ ദിനം മെയ് 5, തുഞ്ചൻ ദിനം എന്നാണ് ഡിസംബർ 31. മന്നം ജയന്തി എന്ന ജനുവരി 2. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം ഏതാ? അത് ജീവകാരുണ്യ ദിനം എന്ന് വിളിക്കുന്നു അല്ലെ. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം ജീവകാരുണ്യ ദിനം എന്ന് വിളിക്കുന്നു. അത് ഓഗസ്റ്റ് 25 ആണ് കേട്ടോ. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25. അപ്പൊ മന്നം ജയന്തി. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എവിടെ? അത് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. നമ്മൾ എപ്പോഴും കേൾക്കുന്നേ അല്ലെ. NSS സ്ഥാപിച്ചത് അവിടെ അല്ലേ? NSS എന്ന വർഷം NSS 1914 അല്ലേ. NSS വന്നത് 1914 സ്ഥാപിക്കുന്നത്. നായർ ഭൃത്യജന സംഘം എന്നല്ലേ NSSന്റെ ആദ്യകാല നാമം? നായർ ഭൃത്യജന സംഘം
1914 അല്ലേ. മന്നം ജയന്തി ജനുവരി 2-നാണ്. കുഞ്ചൻ ദിനം എന്നാണ്, കുഞ്ചൻ ദിനം മെയ് 5-ആണ്, മെയ് 5. തുഞ്ചൻ ദിനം എന്ന ഡിസംബർ 31-ആണ്. എൻ്റെ ജീവിത സ്മരണകളാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ്. എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണെന്നറിയാമോ? എൻ്റെ ബാല്യകാല സ്മരണകൾ അത് നമ്മുടെ സി അച്യുതമേനോൻ കേട്ടോ. സി അച്യുതമേനോൻ, കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായ സി അച്യുതമേനോന്റെയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ എന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ചത് 1934 മുതലാണ് കേട്ടോ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് 34. രാജ്യത്തെ ആദ്യത്തെ ജല മെട്രോ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലല്ലേ എന്നാണെന്ന് നല്ലോണം പഠിച്ചു വെച്ചാൽ 2023 ഏപ്രിൽ 25-ന് കൊച്ചിയിൽ നരേന്ദ്രമോദിയാണ് രാജ്യത്തെ ആദ്യത്തെ ജല മെട്രോ ഉദ്ഘാടനം ചെയ്തത്. 2023 ഏപ്രിൽ 25-ന് കൊച്ചിയിലാണ്. നരേന്ദ്രമോദിയാണ് ആദ്യത്തെ ജല മെട്രോ ഉദ്ഘാടനം ചെയ്തത്. മറന്നുപോരുത്, കൊച്ചിയിലാണ്. കൊച്ചി തുറമുഖം ഓർമ്മയുണ്ടോ? എന്താ നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏക തടാക തുറമുഖം ഏതെന്ന് വെച്ചിട്ടുണ്ട്. കായലിൽ സ്ഥിതി ചെയ്യുന്ന ഏക തുറമുഖവും കൊച്ചി തുറമുഖമാണ് കേട്ടോ. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം ജപ്പാനാണ് കേട്ടോ. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണവുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിച്ചത് അമേരിക്കക്കാരാണ്. കൊച്ചി തുറമുഖവുമായി സഹകരിച്ചത് ജപ്പാനും കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിച്ചത് ആരാണ്? അമേരിക്കക്കാരാണ് ഓർക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചത് കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചത് ആരാണ്? കാനഡ. ഉറുമി ജലവൈദ്യുത പദ്ധതി ഉണ്ടല്ലോ, കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യം ചൈനക്കാരാണ്. ഉറുമി ചൈന, ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡ, കൊച്ചി തുറമുഖം, കൊച്ചി കപ്പൽ നിർമ്മാണശാല, തുറമുഖമല്ല, കൊച്ചി കപ്പൽ നിർമ്മാണശാല ജപ്പാൻ, കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്ക കേട്ടോ. കൊച്ചി കപ്പൽ നിർമ്മാണശാല അഥവാ കൊച്ചി തുറമുഖം എന്ന് ചോദിച്ചാൽ നേരത്തെ എന്തായിരുന്നു ഞാൻ പറഞ്ഞ ജപ്പാൻ, മറന്നു വരുന്നത്, ജപ്പാനാണ്, അമേരിക്ക അല്ല. അമേരിക്ക കൊച്ചി എണ്ണ ശുദ്ധീകരണശാല എന്ന് ചോദിക്കണം കേട്ടോ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി സഹകരിക്കുന്നത് അമേരിക്ക, കൊച്ചി തുറമുഖവുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിച്ചത് ഏതായിരുന്നത്? നമ്മുടെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി സഹകരിക്കുന്നത് ജപ്പാനാണ്. അതുപോലെ മാട്ടുപ്പെട്ടിയിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്നത് സ്വിറ്റ്സർലൻഡുകാരാണ് കേട്ടോ. മാട്ടുപ്പെട്ടിയിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് സ്വിറ്റ്സർലൻഡുകാരാണ്. മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ. നമ്മുടെ കൊല്ലം ജില്ലയിലെ നീണ്ടകര ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നാണ് സഹകരിക്കുന്നത് കേട്ടോ. നോർവേക്കാരാണ്. നീണ്ടകര തുറമുഖവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? നോർവേയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അന്തരീക്ഷത്തിൽ ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓസോൺ ഏത് അന്തരീക്ഷ പാളിയിലാണ്? അന്തരീക്ഷത്തിൽ ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീലയാണ് ഓസോണിന്റെ നിറം എന്തെന്ന് വിളിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണിന്റെ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിൽ ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ കനം അളക്കുന്നത് ഓർത്ത് വെച്ചിരിക്കണേ. O3 അല്ലേ ഓക്സിജന്റെ രൂപാന്തരമല്ലേ? O3. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 24-25 ചോദ്യങ്ങളേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നേരം എടുത്താൽ നിങ്ങൾ തന്നെ ബോറടിച്ചാലോ എന്ന് പേടിച്ചാണ്. കുറച്ച് വ്യത്യസ്ത ചോദ്യങ്ങൾ ഒന്ന് റിവിഷൻ നടത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആഴ്ചയും ഇതേപോലെ കുറച്ച് വ്യത്യസ്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.